ഇതേ വെട്ടമൊക്കെ നല്ല രീതിയിൽ അടിച്ചു കയറുന്നുണ്ട്. അപ്പം ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തതാണ് കേട്ടോ. ആ സമയം 12:30 ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതാ വെട്ടം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടുന്നൊരു ലുക്ക്. അന്നേരത്തേക്കും ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. ഞാൻ ഒട്ടിച്ചതിൻ്റെ മനോഹാരിത കൊണ്ടാണ് ഇതിങ്ങനെ ചുളുങ്ങിയൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി ഫോട്ടോ. ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഒരു ലാമ്പിൻ്റെ പുറത്തെടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നമ്മളുടെ സ്റ്റാർ ഓഫ് ദ ഡേ ഫോറൻസിക് എന്ന് കമ്മ്യൂണിറ്റിയുടെ ടെക്സ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത്രയും പഠിച്ചെടുക്കണം എൻ്റെ ദൈവമേ. അപ്പോൾ ഒരു വിധത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയും 2 ആഴ്ച സമയവും കൂടെ ഉണ്ട് എക്സാമിന്. അപ്പോഴത്തേക്കും ഇതാണ് ബാക്കി സാധനങ്ങൾ. ചെറിയൊരു സൈനസ് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്നാണത്. പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി അവിടെ തന്നെ എടുത്ത് വെച്ചേക്കാണ്. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എൻ്റെ പ്രേമലൂടെ പാവ. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വ്ളോഗിലെല്ലാം ഞാനിത് കത്തിച്ച് കാണിക്കാറൊക്കെ ഉള്ളതാണ്. അപ്പം കണ്ടോ, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പ്രേമലുവിൻ്റെ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ സൗന്ദര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫോൺ കവർ? ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണേ. അപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് കലണ്ടർ വെച്ചിട്ടുണ്ട്. സമയവും കാലവും ഒക്കെ അറിയണമല്ലോ. അപ്പോഴത്തേക്കും വെൽക്കം ടു മൈ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ്. ഒരു മെഡിക്കോടെ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. മെഡിക്കോടെ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് എന്തൊക്കെ പറഞ്ഞാലും നല്ല കട്ട ബോറിംഗ് ആയിരിക്കും. കാരണം ഫുൾ പഠിത്തം തന്നെ ആയിരിക്കും. നിങ്ങൾ കണ്ടില്ലേതാ ഈ ടെക്സ്റ്റൊക്കെ പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കണ്ടേ. അപ്പോൾ വെൽക്കം ടു മൈ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആസ്പിറൻസിനും കൂടെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൊച്ചുങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത്രയും സമയം പഠിക്കുക. ആകെ ബ്രേക്ക് എടുക്കുന്നത് ഫുഡ് കഴിക്കാനും കുളിക്കാനും ഒക്കെ ആയിരിക്കണം. ആ രീതിയിൽ ഇരുന്നങ്ങ് പഠിക്കുക. ഞാനിവിടെ എത്ര നേരം ഇങ്ങനെ കുത്തിയിരിക്കും എന്നെനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് ഫോൺ നോക്കും. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുമായതുകൊണ്ട് ഫോണിന് റെസ്റ്റ് ഉണ്ട്. ഈ ഫോൺ നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം പോകുന്നത്. മാത്രമല്ല എനിക്ക് സൈനസ് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദനയാവും, പഠിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈനസ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച രീതിയിലൊന്നും അങ്ങോട്ട് കവർ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തോ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വ്ളോഗും കൂടെ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ, ബാ. അപ്പം നമുക്ക് പഠിക്കാം. ഇന്നെൻ്റെ അമ്മയ്ക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണ് കേട്ടോ. സാധാ ഞാനും അച്ഛനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇന്ന് എന്തായാലും അച്ഛൻ എനിക്ക് വെളിയിൽ നിന്ന് മേടിച്ചിരാന്ന് പറഞ്ഞു കേട്ടോ. അച്ഛൻ ഇവിടെ ഒരു കൃഷിപ്പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ പോയേക്കാണ് അത് നോക്കാനായിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അച്ഛൻ ദോശയൊക്കെ മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദോശ വരുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം ഗൈസ് ദോശ സാമ്പാർ ഒഴിക്കണമെന്നും പറഞ്ഞ് ഒഴിച്ചതാണ്. പക്ഷെ കൂടിപ്പോയി ഗൈസ്, എന്ത് ചെയ്യാനാ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പുറത്തൊഴിക്കുന്നേ ഇഷ്ടമല്ലായിരുന്നു. എല്ലാം കൊണ്ടും പണി പാളി. ഇനി നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. ഡൈനിങ് ടേബിൾ അവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഈ അപ്പുറത്തെ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ അപ്പൂപ്പനുണ്ട്. അപ്പോൾ ബാക്കി ഫുഡ് നമ്മളത് അപ്പൂപ്പന് കൊടുക്കുവാണ് കേട്ടോ. ബാക്കി ഫുഡെന്നല്ല, അപ്പൂപ്പനും കൂടെ ചേർത്തിട്ടാണ് അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വല്യച്ഛൻ്റെ വീട്. അപ്പോൾ അപ്പൂപ്പന് എൻ്റെ അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും ഒക്കെ ഫുഡ് കൊണ്ട് കൊടുക്കും കേട്ടോ. വല്യച്ഛൻ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ കൊടുത്തത് ആ ഷോർട്ട് കട്ട് എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് വല്യച്ഛൻ്റെ വീട്. ഇനി ഇവിടെ ഫുഡ് കൊടുക്കാൻ വേറൊരാളുണ്ട്, ഞങ്ങളുടെ പട്ടിക്കുഞ്ഞ്. അതിനും കൂടെ കൊടുക്കണം. ഇതാണ് കേട്ടോ ആളുടെ ഫുഡ്.
അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഉച്ചയ്ക്കാട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ കോലം കണ്ടിട്ട് നിങ്ങൾ ഇയാളെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. ആൾക്കിപ്പോൾ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ പഴയ കോലം ഞാനൊന്ന് കാണിച്ചു തരാം. ഇയാളുടെ രോമം എല്ലാം കൊഴിഞ്ഞു പോയി ഇപ്പോൾ പുതുതായിട്ട് കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ പഴയ കോലം ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. കുഞ്ഞു ചക്കരേ, നമ്മൾ വീണ്ടും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എത്ര നേരം കഴിക്കാൻ എടുത്തു എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ സമയം ഇപ്പോൾ കറക്റ്റ് സമയം 9:10 കേട്ടോ. നേരം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇനിയിപ്പോൾ വീണ്ടും പഠിത്തമായിരിക്കും കേട്ടോ. എന്നിട്ട് ഇന്ന് അമ്മ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് ഡ്യൂട്ടി ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അപ്പുറത്തെ വീട്ടിൽ ഒരു പാലുകാച്ചുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അമ്മയില്ല. അന്നേരം തൊട്ടടുത്ത വീട്ടുകാരാണ്. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് പോകുന്നത് മോശമല്ലേ. ഞാൻ ഉള്ള സ്ഥിതിക്ക് പോകണമല്ലോ. ഇപ്പോൾ എക്സാം ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജാട ഇടുവാണെന്നേ വിചാരിക്കത്തുള്ളൂ. ഇത് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നീറ്റ് ആസ്പിറൻസ് ഒന്നും അങ്ങനെ പോകാൻ നിൽക്കേണ്ട. ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ആരുടെ ആണെങ്കിലും എൻ്റെ അടുത്ത റിലേറ്റീവ്സിൻ്റെ മാത്രമേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. അല്ലാതെ ഒന്നും പോകത്തില്ല കേട്ടോ. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സിന് കയറി കഴിഞ്ഞിട്ട് ഇപ്പം സാധാ ആളുകൾക്ക് നോക്കുമ്പോൾ ഇത് സാധാ ഒരു എക്സാം അല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ഫുഡ് പഠിക്കാം, പോയിട്ടൊക്കെ വരാം. ഇനി ഇതിപ്പോൾ നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം ഒരു പ്യുവർ ഡേ ഇൻ മൈ ലൈഫ് ആയപ്പോൾ ലക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇപ്പോൾ 5 മണി മുതൽ 8 മണി വരെ ഇത്രയും ടോപ്പിക്സ് പഠിക്കും, 8 മണി മുതൽ 10 മണി വരെ ഇത്രയും ടോപ്പിക്സ് പഠിക്കും, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു കേട്ടോ. അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മളെ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആക്കും. നമുക്ക് ഇൻ കേസ് അതിപ്പോൾ അത്രയും പഠിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഏകദേശം, അതായത് ഇത്രയും സമയം കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്രയും പഠിക്കണം, അങ്ങനെയൊക്കെയാണ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ചാപ്റ്റർ അല്ല കുറച്ചധികം പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷന് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ദാണ്ട് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത്രയും സംഭവങ്ങൾ പഠിച്ചിട്ട് വേണം ഫംഗ്ഷന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇടയ്ക്കിങ്ങനെ ഓരോ ടിപ്സൊക്കെ പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം നേരം പഠിച്ചു, കുറച്ച് നേരം ഡിപ്രഷൻ അടിച്ചിരുന്നു. എല്ലാവരുടെയും സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. തീർക്കണമെന്ന് വിചാരിച്ച് അത്രയും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെയും സിറ്റുവേഷൻ ഇതൊക്കെ തന്നെ. എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട്, സൈനസിൻ്റെ. അതൊരു സൈഡിലൂടെ ഉണ്ട്. അത് മറ്റില്ല അലാം വെച്ച് വരുന്ന പോലെ 9 മണി മുതൽ 12 മണി വരെ ഒരു തലവേദന, അത് കഴിയുമ്പോൾ മാറും. അങ്ങനെ അപ്പോഴത്തേക്ക് എന്തായാലും നമുക്കിനിയിപ്പം മറ്റേ പാലുകാച്ചിന് പോയിട്ട് വരാം. ഹൗസ് വാമിങ്, ഇവിടെ പാലുകാച്ചൽ എന്നാട്ടോ പറയുന്നത്. അതിന് പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാ രീതിയിലൊക്കെ റെഡി ആയിട്ടുള്ളൂ. കാരണം എക്സാം ആയതുകൊണ്ട് ഒന്നിനോടും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്ര അടുത്തായിരുന്നു വീട്. പിന്നെ വലുതായിട്ട് വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം പരിസരത്തുള്ളവർക്കൊന്നും എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് അറിയത്തില്ല. അപ്പോൾ അവിടെ നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇതാ തിരിച്ച് വന്നിട്ട് എനിക്ക് കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും പഠിക്കാൻ പോവാണ്. അച്ഛനും ഡ്യൂട്ടിക്ക് പോയി, അമ്മയും ഡ്യൂട്ടിക്ക് പോയി. ഇനി ഞാനും വീടും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ പാലുകാച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കാം കേട്ടോ. ശരിക്കും ഇത്രയും നേരം ഓക്കെ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്തോ ഇപ്പോൾ ടെൻഷനാവുന്നു എനിക്ക്. നമ്മളിപ്പോൾ എനിക്ക് നീറ്റ് ആസ്പിറൻസിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നീറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ആശ്വാസമായിട്ടിരിക്കാം. പക്ഷെ അല്ല കേട്ടോ, MBBS നല്ല അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് പെട്ടെന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. പഠിക്കാൻ എനിക്കെന്തോ നന്നായിട്ട് വിഷമം വരുന്നത്. ആ പഠിക്കാനുള്ളതിനെക്കാട്ടി ഉപരി നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമോ, അങ്ങനത്തെ 100 ടെൻഷൻ വരും. കാരണം നമ്മൾ പഠിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇത് കണ്ടോ, ഇതുപോലുള്ളൊരു വലിയ ടെക്സ്റ്റ് ഫുള്ളല്ലേ നമ്മൾ പഠിച്ചിട്ട് പോകുന്നത്. ഇതിനകത്തിൽ നമുക്കറിയാവുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കണം, നന്നായിട്ട് എഴുതാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഇത് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, ഫുള്ള് പഠിത്തമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കങ്ങ് ടെൻഷനൊക്കെ ആവും. എൻ്റെ ദൈവമേ, അയ്യോ, ഈ സ്ട്രെസ്ഫുൾ ലൈഫ്
MBBS കഴിഞ്ഞ് ഒരു PG ഒക്കെ എടുത്ത് ഒന്ന് സെറ്റിലാവുന്നത് വരെയും നമുക്കൊരു മനസ്സമാധാനക്കേടൊക്കെ തന്നെയാണ് സംഭവം. പിന്നെ നമ്മൾ ആഗ്രഹിച്ചെടുത്ത ആ ഒരു സ്നേഹം കൊണ്ടാണ് കേട്ടോ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ നല്ല പാടാണ്. അപ്പം അങ്ങനെ അപ്പോൾ വാ നമുക്ക് പഠിക്കാം. അപ്പോൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ശില്പ ചേച്ചിനെ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തുള്ളൂ. ശില്പ ചേച്ചി അല്ല, ഡോക്ടർ ഡി ചേച്ചി, അങ്ങനെ എന്നെ എല്ലാവരും വിളിക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാ മനുഷ്യരെ പോലെയും എനിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ മനുഷ്യസഹജമായിട്ടുള്ളൊരു വികാരമാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും സമയം പോവും. ഞാനിപ്പോൾ ടെൻഷൻ അടിച്ച് ിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്രയും സമയം പോയി, വെറുതെ കുറേ കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തലവേദന എടുക്കും. ഇതൊക്കെ ഇപ്പം ഞാൻ നിങ്ങളെടുക്കെ പറയാവുന്നതുമാണ്, എനിക്കറിയുന്ന കാര്യവുമാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഗൈസ്. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഇപ്പം ചുമ്മാതെ ഇപ്പം ആരും ഇല്ലാതൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാവും നമ്മൾ ഒത്തിരി അങ്ങ് ഓവർ തിങ്ക് ചെയ്തൊക്കെ പോവല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ബാ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കണം, അമ്മേനെ ഒന്ന് വിളിക്കാൻ പോകണം. അമ്മ 7:30 ആകുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിലൊക്കെ വരും. അപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയെ വിളിക്കും. പിന്നെയും വന്നിരുന്ന് പഠിക്കും, ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് കരഞ്ഞ് കുളവാക്കി നിങ്ങളെയും കൂടെ ടെൻഷനാക്കിയോന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇൻവോളണ്ടറി ആയിട്ട് വന്നൊരു ഫീലിങ്സ് ആണ് കേട്ടോ. അങ്ങനെ ഇതെന്നും ഉള്ളതാടാ. എനിക്കാണെങ്കിലും ഇപ്പോൾ എക്സാം അടുക്കും തോറും നമുക്കങ്ങനെ ആ ഒരു ടെൻഷൻ, ആ ഒരു ഇതൊക്കെ കൂടി വരും. പിന്നെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഇപ്പോൾ ടെൻഷൻ അടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനല്ലേ ഉള്ള സമയം. അപ്പം നമ്മളിങ്ങനെ കയറി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളടാ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.